ട്രേഡേഴ്സ് മാർക്കറ്റിലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു 300 റുപ്പീസിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ആദ്യത്തത് ഞാൻ തെറ്റി എടുത്തതായിരുന്നു. കോൾ ഓപ്ഷൻ എടുക്കേണ്ടതിന് പകരം പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്തു. അതാണ് ഞാൻ എടുത്തു കഴിഞ്ഞാണ് കണ്ടത്. അപ്പോൾ തന്നെ അത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മളുടെ ഒരു ടാർഗറ്റിൻ്റെ ഏറ്റവും അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ഓണാക്കി വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് അത്യാവശ്യം മൊമെൻറ്റം ചെയ്തു. സോ ഇതായിരുന്നു നമ്മുടെ എൻട്രി പോയിൻറ്റ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625 നമ്മളുടെ ടാർഗറ്റിനെ പ്ലേസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസുമാണ്. ജസ്റ്റ് ഇനിയിപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു ഫേവറായിട്ട് മൊമെൻറ്റം ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നത് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് എൻട്രി പോയിൻറ്റിലേക്ക് വയ്ക്കാം എന്നാണ്. ഇനിയിപ്പോൾ അതല്ല, മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 3000 4000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിച്ചായിരുന്നു. അതിപ്പോൾ ഒരു റിജക്ഷൻ ക്യാൻഡിലായി മാറിയിട്ട് ചെറിയ റിജക്ഷനായിട്ട് മാറുന്നുണ്ട്. ഒരു 3000 4000 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. വളരെ ഒരു പ്രോപ്പർ ഒരു സെറ്റപ്പിൻ്റെ മേളിലാണ്. പിന്നെ ന്യൂസസും ഒക്കെ പോസിറ്റീവ് സൈഡാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഫേവറായിട്ട് നമ്മളുടെ സെറ്റപ്പ് ഫോമായതും കോൾ സൈഡിലായിരുന്നു. ന്യൂസസും എല്ലാം ഫേവറായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ട്രേഡിൽ എൻട്രി എടുത്തത്. സോ ഇപ്പോൾ നോക്കാം, ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്ത് മാർക്കറ്റ് ഇപ്പോൾ അത്യാവശ്യം താഴത്തോട്ട് വരുന്നുണ്ട്. നമ്മളുടെ ടാർഗറ്റ് ആയിരുന്നു പ്ലേസ് ചെയ്തിരുന്നത്. നമ്മളുടെ ടാർഗറ്റിന് ഒന്ന് എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസിലേക്ക് വയ്ക്കാം. സാധാ വയ്ക്കുന്ന പോലെ ഒരു 576 സാധാ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റിൽ തന്നെ ഇത്രയും നല്ലൊരു മൊമെൻറ്റം ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോസ്റ്റിൽ തന്നെ മാർക്കറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാമെന്നാണ് പ്ലാൻ. കാരണം നമ്മളുടെ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ഒരു 610 612 ഹൈ മാർക്കറ്റ് വച്ചതിന് ശേഷമാണ് മാർക്കറ്റ് അവിടെ നിന്ന് തിരിയുന്നത്. അപ്പോൾ അത്രയും അടുത്തെത്തിയതിന് ശേഷമാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രെയിൽ ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ 614 അടുപ്പിച്ചാണ് മാർക്കറ്റ് ഹൈ ചെയ്തത്. നമ്മളൊരു 625 നമ്മൾ നമ്മളുടെ ടാർഗറ്റിനെ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നത്. ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ റെഡി. ട്രേഡേഴ്സ് വീണ്ടും മാർക്കറ്റ് അത്യാവശ്യം ഒരു നല്ലൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് വയ്ക്കാനാണ് തോന്നുന്നത്. ഒരു 3000+ ഒരു പ്രോഫിറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റ് നമ്മൾ എടുത്തതിന് ശേഷം അത്യാവശ്യം ഒരു സൈഡ് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഒരു 3500 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 625 ടാർഗറ്റ്. ടാർഗറ്റിലേക്ക് വയ്ക്കാൻ വന്നപ്പോഴത്തേക്ക് അത് വീണ്ടും ഒരു റിജക്ഷൻ ക്യാൻഡിലായി ഒരു 3299 അടുപ്പിച്ച് മാർക്കറ്റ് അഗെയിൻ തിരിയുന്നുണ്ട്. അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് വയ്ക്കാനാണ് ഓർത്ത് വന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും ഒരു റിവേഴ്സൽ കാണിക്കുന്നുണ്ട് 2928. ഏതായാലും ഒന്നും കൂടെ വെയിറ്റ് ചെയ്യണ്ട. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ.
അത്യാവശ്യം മാർക്കറ്റിൽ നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ അവിടെ നിന്നൊരു റിവേഴ്സൽ ട്രേഡ് എടുക്കുക എന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. വെറുതെ റിവേഴ്സൽ ട്രേഡ് എടുക്കുന്നതല്ല, അവിടെ ഒരു സെറ്റപ്പ് ഫോം ആവുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെറ്റപ്പിൽ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കാം. ഇവിടെ ഒരു ലൈൻ വരച്ചേക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ട്രേഡ് നമുക്ക് ട്രിഗർ ആവുന്നതായിരിക്കും. സോ ഇപ്പോൾ അഗെയിൻ ഒരു 1300 1400 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ കോസ്റ്റിൽ തന്നെയായിരിക്കും ഇറങ്ങുന്നത്. നെക്സ്റ്റ് ട്രേഡ് സെയിം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന അതേ ഒരു സെയിം പോയിന്റിൽ നിന്നാണ് അടുത്തൊരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വീണ്ടും അതൊരു റിജക്ഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ല, മാർക്കറ്റ് അത്യാവശ്യം ഫേവറായിട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വീണ്ടും എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെക്കണം. ഇപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം ഇപ്പോൾ എത്ര നേരമായി? ഒരുപാട് സമയമായി. 5, 10, 15, 20, 25, 30 അരമണിക്കൂർ മേളിലായി. ക്യാൻഡിൽസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണല്ലോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ ഫോം ആകുന്നുണ്ട് ട്രേഡേഴ്സ്. അത് കെയർഫുള്ളി നമ്മളിവിടെ ഒരു ലൈനെ ഒന്ന് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ റൈറ്റ് ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ആവുന്നുണ്ട്. ഈ ഒരു പാറ്റേണിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു പാറ്റേൺ ആണ്. ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എക്സാക്ട്ലി ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ അപ്പോൾ താഴത്തോട്ട് വരുന്നതും തോറും ബ്രേക്ക് ഔട്ടിനുള്ള അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസിൽ എപ്പോഴും ഒരു വൺ സൈഡ് ബ്രേക്ക് ഔട്ട് അത്യാവശ്യം ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു പാറ്റേൺസൊക്കെ ഫോം ആവുന്ന സമയത്ത് നിങ്ങൾ ട്രേഡിൽ എൻട്രി എടുക്കാറുണ്ടോ? ട്രേഡ് ഏതായിരിക്കും ഇങ്ങനത്തെ പാറ്റേൺസിൽ നിങ്ങൾ ടാർഗറ്റ് വയ്ക്കുന്നത്, ഏതാണ് ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്, ഈ പാറ്റേൺസിൻ്റെ പോസിബിലിറ്റീസ് എന്താണ്, ഏത് സൈഡിലോട്ടാണ് ബ്രേക്ക് ഡൗൺ കിട്ടുന്നത് എന്ന് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെയാണ് പാറ്റേൺ ഫോം ആവുന്നത്. ഇതിപ്പോൾ ബ്രഷ് വെച്ച് വരച്ചിട്ട് ഇങ്ങനെ താഴത്തോട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും. മേളിലോട്ടാണ് ഈ പോയിൻ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺ സൈഡ് ആയിരിക്കും ബ്രേക്ക് ഡൗൺ. ഇതിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്സൈഡിലേക്ക് ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതേ സെയിം ഒരു സൈഡ് വൈസ് ആണെങ്കിൽ, സ്ട്രെയിറ്റ് ആണെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മേളിലോട്ടാണ് ഇതിൻ്റെ ഒരു സൈഡ് വേ ഏറ്റവും ലോവർ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മേളിലോട്ടല്ല ഇതിനെ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ മേളിലോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ താഴത്തോട്ടാണ് ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ളൊരു പോസിബിലിറ്റീസും സാധ്യതയും കൂടുതലായിട്ടും ഇങ്ങനത്തെ ഒരു പാറ്റേൺസിൽ കണ്ടുവരാറുള്ളത്. അപ്പം ഏതായാലും വെയിറ്റ് ചെയ്യാം നോക്കിയിട്ട് ഒരുപാട് സമയം പോകുന്നു. എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ആ സെയിം പോർഷനിൽ, ആ ഒരു സെയിം എൻട്രിയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ സെയിം പോയിന്റിൽ നമ്മളുടെ ട്രേഡിൽ എഗെയിൻ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. ആ ഒരു സെയിം പോർഷനിലാണ് നമ്മളുടെ ഒരു പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്തത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ഇങ്ങനത്തെ പാറ്റേൺസ് ഡൗൺ സൈഡ് ആണ് ബ്രേക്ക് ഡൗൺ കൂടുതലായിട്ട് കാണാറുള്ളത്. അത് സെയിം അങ്ങനെ തന്നെ നടന്നു. ഇവിടെ ഒരു സിമ്പിൾ ലോജിക്കലാണ്. നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു. ലൈൻ്റെ ഒരു ഡബിൾ ടോപ്പ് ഫോം ആയപ്പോഴത്തേക്ക് അവിടെ ഒരു ട്രേഡിൽ എൻട്രി എടുത്തത് ജസ്റ്റ് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ, സ്പോട്ടിൻ്റെ ചാർട്ട്, പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളുടെ എൻട്രിയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റിനെയും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്താൽ 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എൻട്രി പോയിൻ്റ് വന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്തേക്കുന്ന അവിടെയാണ് നമ്മളുടെ ഒരു എൻട്രി പോയിൻ്റ്. ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി സെയിം ആയിരിക്കും. നമ്മൾ സാധാ വയ്ക്കുന്ന പോലത്തെ തന്നെ ഒരു ടാർഗറ്റും സാധാ വയ്ക്കുന്ന പോലത്തെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ എൻട്രി എടുത്ത ഉടനെ അതൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് ഫോം ആവുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 25 പോയിൻറ്റ്സ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ, എൻ്റെ ഒരു പ്രീവിയസ് ക്യാൻഡിലിന് ലോയ്ക്ക് തൊട്ട് മുന്നേ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ അതല്ല, ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് മൊമെൻറ്റമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഇപ്പോൾ വീണ്ടും നമ്മുടെ കോസ്റ്റിലേക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു ഗ്രീനിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഫേവറായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ല, ഇവിടുന്ന് റിവേഴ്സൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റിൽ തന്നെ റൺ ചെയ്യുന്ന രീതിയിൽ ഇപ്പോഴും മാർക്കറ്റ്
റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. 57,800 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്, 120 ക്വാണ്ടിറ്റി. ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് 587.51 കിട്ടിയത്. ഇപ്പോൾ ഒരു ഗ്രീനിലേക്ക് വരുന്നുണ്ട്, 592 593 വരുന്നുണ്ട്. റിസ്ക് എടുക്കണ്ട. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ കൂടി നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ 563 സ്റ്റോപ്പ് ലോസിന് ഏതായാലും പ്ലേസ് ചെയ്ത് വച്ചേക്കാം, റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 563 564 നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിപ്പോൾ ഇച്ചിരി ലെങ്തി വീഡിയോ ആയി പോയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഫോർവേഡ് ചെയ്ത് കാണിച്ചു തരാവേ. ഇവിടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തേക്ക്. അത്യാവശ്യം ഒരൊറ്റ സിംഗിൾ ക്യാൻഡിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ചാൻസസ് കാണുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു 6000+ ആണ് നമ്മളിവിടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്തേക്കാം. കാരണം ഇത്രയും ഇതിപ്പോൾ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ കൂടി നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ഇനിയിപ്പോൾ ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. അത്യാവശ്യം ഒരു 6000 നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 6000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കൽ എടുത്ത ട്രേഡായിരുന്നു. ഇവിടെ ഒരു ഡ്രോ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആദ്യം ഒരു ഡബിൾ ബോട്ടം ഉണ്ടായപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. പക്ഷേ അത് വർക്കൗട്ട് ആയില്ല. തിരിച്ച് ഇവിടം വരെ വന്നിട്ട് റിവേഴ്സ് ആയി നമ്മളുടെ എൻട്രിയിൽ വന്ന്. ഇതായിരുന്നു നമ്മൾ ഏകദേശം ഒരു ടാർഗറ്റ് വെച്ചിരുന്നത്. അത് കഴിഞ്ഞൊരു ഡബിൾ ടോപ്പ് ഫോമായി അതിൻ്റെ ബ്രേക്കൗട്ടിൽ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. നമ്മളുടെ ടാർഗറ്റ് അത്യാവശ്യം അച്ചീവ് ചെയ്തു. താങ്ക്